നമ്മൾ ഉണ്ടാക്കുന്നത് നല്ല ടേസ്റ്റി ആൻഡ് ഈസി ആൻഡ് ഹെൽത്തി ആയിട്ടുള്ളൊരു ബദാം ഡ്രിങ്ക് ആണ്. അപ്പോൾ അതെങ്ങനെ ഉണ്ടാക്കാം നോക്കാം. അതിനുള്ള ഇൻഗ്രീഡിയൻസ് ആദ്യം ചെക്ക് ചെയ്യാം. ബദാം, കാഷ്യൂനട്ട്, മിൽക്ക്, ഷുഗർ, പിന്നെ ഗാർണിഷിങ്ങിന് വേണ്ടിയിട്ടാണ് കുറച്ച് പിസ്ത ഗ്രേറ്റ് ചെയ്ത് വെച്ചിട്ടുണ്ട്, പിന്നെ സാഫ്രോൺ കയ്യിലുണ്ടെങ്കിൽ യൂസ് ചെയ്താൽ മതി. ഗാർണിഷിങ്ങിന് വേണ്ടിയിട്ടാണ്. അപ്പോൾ ആദ്യം തന്നെ നമുക്ക് ബദാം അരച്ചെടുക്കണം. ബദാം ഇത് 1 കപ്പ് ബദാം ഉണ്ട്. തലേ ദിവസം തന്നെ പച്ചവെള്ളത്തിൽ കുതിർത്ത് വെച്ചതാണ്. അപ്പോൾ പിറ്റേന്ന് തൊലി കളഞ്ഞ് കിട്ടും. അഥവാ പെട്ടെന്ന് ആവശ്യമാണെങ്കിൽ നമുക്കൊരു അരമണിക്കൂർ മുമ്പ് ചൂടുവെള്ളത്തിൽ കുതിർത്ത് വെക്കാം. അപ്പോൾ ഇതേപോലെ തൊലി കളഞ്ഞ് കിട്ടും. എന്നിട്ട് നമുക്കിതൊന്ന് അരച്ചെടുക്കണം. അപ്പോൾ ഇതിൻ്റെ കൂടെ തന്നെ കുറച്ച് കാഷ്യൂനട്ടും കൂടി ഞാൻ ആഡ് ചെയ്യുന്നുണ്ട്. കുറച്ചൊരു കട്ടിയായിട്ട് കിട്ടും. അപ്പോൾ നമുക്കിത് ആദ്യം അരച്ചെടുക്കാം. ഇതേപോലെ അരച്ചെടുക്കാം. ഇതിനിപ്പോൾ ഞാൻ അരക്കുമ്പോൾ കുറച്ച് പാലൊഴിച്ചിട്ടുണ്ടായിരുന്നു. ബദാമും കാഷ്യൂനട്ടും കുറച്ച് പാലും അരച്ചിട്ട് ഇതേപോലെ പേസ്റ്റായിട്ട് എടുത്തു. ഇനി നമുക്കിതൊരു പാനിലേക്ക് ഒഴിക്കാം. ഡ്രിങ്ക് ഉണ്ടാക്കാൻ വേണ്ടിയിട്ടുള്ളൊരു പാന്, ഒരു വലിപ്പമുള്ള പാൻ എടുത്ത് ഈ അരവ് ഇതിലേക്ക് ജസ്റ്റ് ഇട്ട് കൊടുക്കാം. ഇതിപ്പം 1 ലിറ്റർ മിൽക്കാണ്. ഇതിൽ നിന്നാണ് ഒഴിച്ചത്. ഞാൻ കുറച്ച് ബദാം അരക്കുമ്പം ഇതിൽ നിന്ന് ഒഴിച്ചിട്ടാണ് അരച്ചെടുത്തത്. ഓക്കെ, ഇനിയിപ്പോൾ ഇതിലേക്ക് നമുക്ക് ബാക്കി പാലും കൂടി ഒഴിക്കാം. ഇതിപ്പം ഗ്യാസ് ഓൺ ചെയ്തിട്ടില്ല. ആദ്യം നമുക്ക് ഇതെല്ലാം ഒന്ന് മിക്സ് ചെയ്തെടുക്കണം. ഈ അരവും പാലും നന്നായിട്ടൊന്ന് മിക്സ് ചെയ്തെടുക്കാം, അല്ലെങ്കിൽ കട്ടയായി പോവും ചൂടോടെ. ഇപ്പം നമ്മൾ പെട്ടെന്ന് ചൂടാക്കി കഴിഞ്ഞാൽ കട്ട പിടിച്ച് കിടക്കും. അപ്പോൾ ആദ്യം ഇത് മിക്സ് ചെയ്തിട്ട് ഗ്യാസ് ഓൺ ചെയ്യാം. ഇതിൽ നമുക്ക് ആവശ്യമുള്ള ഷുഗർ ആഡ് ചെയ്യാം. അപ്പം നിങ്ങൾക്ക് ഷുഗർ എത്രയാണെന്ന് വെച്ചാൽ അതിനനുസരിച്ചിട്ട് ഇതിലിട്ട് കൊടുക്കാം. നന്നായിട്ടൊന്ന് മിക്സ് ചെയ്യാം. നന്നായിട്ടൊന്ന് മെൽറ്റായി പാലിലേക്ക് ചേർന്ന് കഴിഞ്ഞാൽ നമുക്ക് ഗ്യാസ് ഓൺ ചെയ്യാം. അപ്പം ഇനി നമുക്ക് ഗ്യാസ് ഓൺ ചെയ്യാം. ചെറിയൊരു ഫ്ലെയിമിൽ ആദ്യം നന്നായിട്ടൊന്ന് ഇളക്കുക. കാരണം അടിയിൽ പെട്ടെന്ന് പറ്റി പിടിച്ചുകൊണ്ട് ഈ ബദാം ചെറിയ കുറച്ചൊക്കെ അരയാൻ ഫുള്ള് പേസ്റ്റായിട്ടുണ്ടാവില്ല. അപ്പോൾ അത് പെട്ടെന്ന് അടിയിൽ പിടിക്കും. അതുകൊണ്ടൊന്ന് തിളക്കുന്നത് വരെ ഒന്ന് ജസ്റ്റ് ഇങ്ങനെ മിക്സ് ചെയ്യാം. നന്നായിട്ടൊന്ന് ഇളകിയതിന് ശേഷം നമുക്കിത് ഫ്ലെയിം ഒന്ന് കൂട്ടിക്കൊടുക്കാം. ഇതിപ്പോൾ ഏകദേശം മിക്സ് ആയിട്ടുണ്ട്. ഇനി ഇതിപ്പം ഒന്ന് തിളച്ചോട്ടെ. അപ്പോൾ ഇത് ഞാൻ യൂസ് ചെയ്തിരിക്കുന്നത് മിൽമ പാക്കറ്റ് പാലാണ്. നിങ്ങൾക്ക് തേങ്ങാപ്പാൽ യൂസ് ചെയ്താലും നല്ല ടേസ്റ്റാണ്. ഇതേപോലെ തേങ്ങാപ്പാൽ യൂസ് ചെയ്തിട്ടും ഉണ്ടാക്കാം. ഇതിലേക്ക് ഇതിപ്പോൾ ഒന്ന് തിളച്ച് കഴിഞ്ഞാൽ നമുക്ക് കുറച്ച് ഉപ്പ് ഇട്ട് കൊടുക്കണം. ഒന്ന് ബാലൻസായി കിട്ടാൻ വേണ്ടിയിട്ടാണ്. പിന്നെ ഷുഗർ നോക്കിയിട്ട് വേണമെങ്കിൽ ആഡ് ചെയ്യാം. അതേപോലെ സാഫ്രോൺ ഉണ്ടല്ലോ, സാഫ്രോണ് കയ്യിലുണ്ടെങ്കിൽ ഇട്ടാൽ മതി. അപ്പോൾ ഒരു യെല്ലോയിഷ് കളറാവും. ഇത് ജസ്റ്റ് ഒന്ന് തിളച്ച് കഴിഞ്ഞാൽ അതൊക്കെ നമുക്ക് ആഡ് ചെയ്യാം. ഏതായാലും ഇത് മിക്സ് ആയിട്ടുണ്ട്. ഇനി നമുക്കിത് തിളക്കുന്നവരെ വെയിറ്റ് ചെയ്യാം. ഇതിപ്പോൾ തിളക്കാൻ തുടങ്ങിയിട്ടുണ്ട്. അപ്പം ജസ്റ്റ് ഒന്ന് നമുക്ക് ഇളക്കി കൊടുക്കാൻ പറ്റില്ല, തിളച്ച് മറിഞ്ഞു പോകും. അപ്പം ഇങ്ങനെ കയ്യിൽ വെച്ചിട്ട് ഇളക്കിയെടുക്കാം. ഇതിപ്പോൾ തിളച്ചു. ഇനി ഇതിലേക്ക് നമുക്ക് 2 നുള്ളി ഉപ്പിട്ട് കൊടുക്കാം. ഞാൻ ആദ്യം പറഞ്ഞതുപോലെ ജസ്റ്റ് ഒരു ബാലൻസ് ആവാൻ വേണ്ടിയിട്ടാണ്. ഒന്ന് ഇളക്കി കൊടുക്കാം. ഇനി ഇതിലേക്ക് ഏലക്കായ പൊടി, ഒരു 2-3 ഏലക്കായ പൊടിച്ചത്. ഇതിപ്പോൾ ഏകദേശം നമ്മൾ ബദാം ഡ്രിങ്ക് റെഡി ആയിട്ടുണ്ട്. ഇപ്പോൾ ഞാൻ പറഞ്ഞതുപോലെ നമുക്ക് ആ കയ്യിലുണ്ടെങ്കിൽ നമുക്കിതിൽ സാഫ്രോൺ കൂടി ആഡ് ചെയ്യാം. അപ്പോൾ ഒരു യെല്ലോയിഷ് കളർ കിട്ടും. ഫ്ലേവർ ഒരു അഡീഷണൽ ഫ്ലേവർ ആയിരിക്കും. ജസ്റ്റ് മിക്സ് ചെയ്യുക. ഒരു 2 മിനിറ്റ്സ് ജസ്റ്റ് ഒന്ന് മിക്സ് ചെയ്തെടുക്കാം. ഇപ്പോൾ നല്ല ഒരു യെല്ലോയിഷ് കളർ ഇതിൽ നിന്ന് വരുന്നുണ്ട്. ഇത് ചെറിയ ഫ്ലെയിമിൽ വെച്ചിട്ട് നമുക്ക് മിക്സ് ചെയ്യാം. അപ്പോൾ ഇത് റെഡി ആയിട്ടുണ്ട്. ഞാൻ ഫ്ലെയിം ഓഫ് ചെയ്യാണ്. ഇതിപ്പോൾ നമുക്ക് ചൂടോട് തന്നെ സെർവ് ചെയ്യാം. വേണ്ടുന്നവർക്ക് ഇത് ഫ്രിഡ്ജിൽ വെച്ച് തണുപ്പിച്ചാലും നല്ല ടേസ്റ്റിയാണ്. ഇതൊരു ഹോട്ട് ഡ്രിങ്കാണ്. ഓക്കെ, അപ്പോൾ ഇത് നമ്മൾ ബദാം ഡ്രിങ്ക് റെഡി ആയിട്ടുണ്ട്. അപ്പോൾ ഇതിങ്ങനെ നന്നായിട്ടൊന്ന് മിക്സ് ചെയ്തതിന് ശേഷം എന്നിട്ട് ലിഡ് വെച്ചിട്ടൊന്ന് അടിച്ച് ഒരു 2 മിനിറ്റ്സ് കഴിഞ്ഞിട്ട് നമുക്ക് ജഗ്ഗിലേക്ക് ഒഴിക്കാം. 2 മിനിറ്റ് കഴിഞ്ഞപ്പോൾ ഞാനിതൊരു ജഗ്ഗിലേക്ക് ഒഴിച്ചിട്ടുണ്ട്. നമ്മുടെ ബദാം ഡ്രിങ്ക്
റെഡി ആയിട്ടുണ്ട്. ഇത് ഇനി നമുക്ക് കപ്സിൽ ഒഴിച്ചു കൊടുക്കാം. ഓക്കെ, അപ്പോൾ ഇത് കപ്പിലേക്ക് ഒഴിച്ചു വെച്ചിട്ടുണ്ട്. ഇനി നമുക്ക് ഇതിൻ്റെ മേലെ കുറച്ച് സാഫ്രോൺ ഇട്ട് കൊടുക്കാം. ജസ്റ്റ് ഒരു ഗാർണിഷിങ്ങിന് വേണ്ടിയിട്ടാണ്. അപ്പോൾ ഇതൊരു ഗാർണിഷിങ്ങിന് വേണ്ടിയിട്ട് ഇടുന്നതാണ് സാഫ്രോൺ. ഓൾറെഡി ഞാൻ ഇട്ടിട്ടുണ്ടായിരുന്നു. സെർവ് ചെയ്യുന്ന സമയത്ത് നമുക്ക് ഇതേപോലെ സെർവ് ചെയ്യാം. പിന്നെ വേണമെങ്കിൽ ഞാൻ കുറച്ച് പിസ്ത ഗ്രേറ്റ് ചെയ്തത് ഇതിൻ്റെ മേലെ ഒരു ഡെക്കറേഷൻ ഇടുന്നതാണ്. അപ്പോൾ നമ്മുടെ ടേസ്റ്റി ആൻഡ് ഹെൽത്തി ആയിട്ടുള്ള ബദാം ഡ്രിങ്ക് റെഡി ആയിട്ടുണ്ട്. സാധാരണ ഇതിന് തലശ്ശേരിയിൽ നമ്മൾ ബദാം കാച്ചിയത് എന്നാണ് പറയുക. അപ്പം പുതിയാപ്പിളൊക്കെ കൊടുക്കുന്ന ഒരു മെയിനായിട്ടുള്ളൊരു ഡ്രിങ്കാണിത്. അപ്പോൾ എല്ലാവരും ട്രൈ ചെയ്ത് നോക്കുക. ഓക്കെ, സോ വി ക്യാൻ മീറ്റ് ഇൻ അവർ നെക്സ്റ്റ് എപ്പിസോഡ്. ടിൽ ദെൻ ബൈ.